മിസ്റ്റർ മെസ്സിയുടെ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആപ്പിൾ കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആപ്പിൾ കേക്കെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആപ്പിൾ കൊണ്ടിട്ടുള്ളൊരു കേക്കായിരിക്കുമെന്ന്. പക്ഷേ ആപ്പിളും അല്ല, സാധനം കേക്കും അല്ല. അപ്പോൾ ഇതിൽ ബ്രെഡ് വെച്ച് നിസ്സാരമായിട്ട് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സംഭവം നമ്മളെ ചോക്ലേറ്റ് കേക്കില്ലേ, ഈ ചോക്ലേറ്റ് കേക്കിൻ്റെയൊക്കെ അതേ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലെ ബേക്കറിലൊന്നും കാണാനില്ല, പക്ഷേ നല്ലൊരു കിണ്ണം കാച്ചി ഒരു സീറ്റ് ഐറ്റമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ചേരുവകൾ എന്താണെന്ന് നോക്കാം. ബ്രെഡ്, 3/4 കപ്പ് പഞ്ചസാര, തേങ്ങ ചിരകിയത്, പാല്, നെയ്യ്, കൊക്കോ പൗഡർ. അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചതിന് ശേഷം വറുത്ത് വയ്ക്കാം. മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ചെറിയതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി, വലിയ രീതിയിൽ അരച്ചെടുക്കണ്ട, ചെറുതായിട്ടും. തേങ്ങ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമ്മൾ പൊടിച്ച തേങ്ങ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ചെറുതായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ 7 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ സൈഡൊന്നും ചെത്തി കളയേണ്ട കാര്യമില്ല. അപ്പോൾ അതാ നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമ്മുടെ പഞ്ചസാര വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഒരുപാട് നേരം ഇട്ട് കുറുക്കുകയൊന്നും വേണ്ട, അത്യാവശ്യം തിക്കായാൽ മാത്രം മതി. ഏകദേശം ചെറിയ രീതിയിൽ കട്ടിയായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കൊക്കോ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ പാല് ചേർത്താൽ മതി. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം പാലൂടെ ചേർത്തുകൊണ്ട്. പാലിന് പകരം നിങ്ങൾക്ക് പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്. എനിക്ക് പാൽപ്പൊടി കിട്ടിയില്ല, അതുകൊണ്ട് പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിതിനകത്ത് തേങ്ങ നമ്മൾ വറുത്തല്ല നേരത്തെ, ആ വറുത്ത് ഫുള്ളായിട്ട് ചേർക്കണ്ട, ഒരു 3/4 ചേർക്കാം. 1/4 മാറ്റി വെച്ചേക്കണം. അതുകൂടെ നേരെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബ്രെഡ് പൊടിച്ച് ചേർത്ത് കൊടുക്കാം.
നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അപ്പോൾ ഈ പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. വെള്ളം കൂടിപ്പോരുത്, കറക്റ്റ് എടുക്കുന്ന കണ്ടൻറ്റ് കറക്റ്റ് അളവായിരിക്കണം. എന്നാലേ നമുക്ക് ഈ പരുവത്തിൽ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞു പോവും. തീ ഓഫ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടാണ്. നമുക്കൊന്ന് കുറച്ച് ചൂട് മാറിയതിന് ശേഷം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ചൂട് കുറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഉരുട്ടിയെടുക്കാം. നേരെ ചൂട് പോകാനായിട്ട് നിൽക്കരുത്, പിന്നെ കറക്റ്റ് റൗണ്ടൊന്നും ഷേപ്പ് വരത്തില്ല. ഉരുട്ടിയതിന് ശേഷം നമ്മുടെ തേങ്ങ നേരത്തെ ഫുൾ എടുക്കരുതെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഉപയോഗം ഇതാണ്. ഒന്ന് തേങ്ങ ഒന്ന് ചുറ്റിയതിന് ശേഷം വയ്ക്കുക. സാധനം നമ്മളെ ചോക്ലേറ്റ് കേക്ക് കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. നേരത്തെ പറഞ്ഞല്ലോ ആപ്പിൾ കേക്ക്, ആപ്പിൾ വെച്ചിട്ടുമല്ല, കേക്ക് ഉണ്ടാക്കുന്ന രീതിയല്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്കാ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ ബൈ.